ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഗുണമുള്ളൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ അകത്തിച്ചെടി കണ്ടിട്ടുണ്ടോ? അകത്തിച്ചെടി രണ്ട് കളറിലുണ്ട്. രണ്ട് കളറല്ല, 3-4 തരമുണ്ട്. അതിൽ നമ്മൾ 2 തരമാണ് തോരൻ വെക്കാൻ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് കേട്ടോ. ബാക്കി എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ ചുവപ്പും ഉണ്ട്, വെള്ളപ്പൂവ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയ്ക്ക് വീട്ടിൽ വയനാട്ടിൽ അമ്മയ്ക്ക് വെള്ളപ്പൂവ് അകത്തിപ്പൂവ് കിട്ടി. അപ്പോൾ അതിൻ്റെ തോരൻ വെക്കാൻ നേരത്തെ എനിക്ക് വീഡിയോ അയച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ വെച്ചാൽ മതി. പൂവിൻ്റെ ഉള്ളിലൊരു നാര് പോലെ ഉണ്ട്, അതെടുത്ത് കളയണം, അല്ലെങ്കിൽ ചെറിയൊരു ചവർപ്പ് വരും. അപ്പം നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ് കേട്ടോ അകത്തി ചീര എന്ന് പറയുന്നത്. ചീര എന്ന് പറയുമെങ്കിലും മരം പോലെയാണ് ഉള്ളത്. മരത്തിന് തന്നെ അധികം കട്ടിയൊന്നുമില്ല. നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം പൊക്കം വെക്കാതെ നിൽക്കും കേട്ടോ. പൂ കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ തൊട്ട് പറിച്ച് തോരൻ വെക്കാൻ പാകത്തിന് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ പൂ മാത്രമല്ല, ഇതിന് ഒരു വിത്തുണ്ട്. പിന്നെ വിത്തും പയർ പോലെയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് തോരൻ വെക്കാം, ഇലയും തോരൻ വെക്കാം, നല്ലതാണ് കേട്ടോ. ഇല തോരൻ വെക്കുന്ന നമ്മൾ മുരിങ്ങയിലൊക്കെ ഊരി തോരൻ വെക്കുന്ന പോലെയാണ് വെക്കേണ്ടത്. ഒത്തിരി ഔഷധ ഗുണമുള്ള സസ്യമാണ് കേട്ടോ അകത്തിച്ചീര. അകത്തിച്ചീര എന്ന് പറയുന്നെങ്കിലും പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യമാണ് കേട്ടോ. എല്ലാവരുടെയും വീട്ടിലൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി എല്ലാ ഔഷധ ഗുണങ്ങളും ഉള്ള സസ്യമാണ് കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങൾ. കുറേ രോഗങ്ങൾക്ക് PCOD അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ്. കണ്ണിന് കാഴ്ചക്കുറവ്, മുടി കൊഴിച്ചിൽ, അങ്ങനെയുള്ള എല്ലാത്തിനും വൈറ്റമിൻ A ഡെഫിഷ്യൻസി, അയൺ കണ്ടൻറ് ഉണ്ട് അധികം, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ ചെടിക്ക്. നല്ലൊരു വീഡിയോ എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.